അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളം കേന്ദ്രമാക്കി നമ്മൾ ബിസിനസ് റീഓർഗനൈസ് ചെയ്യുന്നു. ഇപ്പോൾ പോളിസി മാറിയതോടെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബൂം ടൈം. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട. പട്ടാഭിരാമന്റെ വിജയവാഡ കാർട്ടൽസ് തരുന്നതിന്റെ ഇരട്ടി ബിസിനസ് ഞാൻ ഉറപ്പു തരുന്നു. ഇനിയും സംശയമുള്ളവർക്കായി ഒരു കാര്യം കൂടി. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാകാൻ പോകുന്നു. സോ ഇറ്റ് ഈസ് റോയൽ റോഡ് അഹെഡ്. Congratulations. We agree with your proposition. Now I expect generous support from you all. പവർ പൊളിറ്റിക്സിൽ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേരെ പർച്ചേസ് ചെയ്യണം. കൂടാതെ നമ്മുടെ ബിസിനസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി ആകുമ്പോ Sorry for the intrusion, gentlemen. ഭദ്രൻ, Hey, ഒച്ച വെക്കണ്ട. അരമന മുഴുവൻ അരിച്ചു പെറുക്കാനുള്ള കോർട്ട് ഓർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റഷീദ്, സെർച്ച്. He's from income tax and he's from vigilance. Wow. Aha. Money. Do you have any source for this money, gentlemen? മേഡേൽ ബ്രദേഴ്സിന്റെ കയ്യിലുള്ള കാശും കണക്കിൽപ്പെടാത്തതായിരിക്കുമല്ലോ അല്ലേ? സന്തോഷം. സാർ അകത്തുനിന്ന് കിട്ടിയതാ. ഹൈ ഫ്രീക്വൻസി വയർലെസ് സെറ്റ്. കൊള്ളാമല്ലോ മുതലാളി, മുതല്. കമ്പിയില്ലാത്ത ഈ ഐറ്റവും വെച്ചോണ്ട് ആരോടാണാവോ മുഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് പോവാം. അവിടെ മജിസ്ട്രേറ്റ് നമ്മളെയും കാത്തിരിക്കുക. വാ. അതെ, ഒരു ആദായ നികുതി കേസ് ഈ തൊണ്ടി സാധനം വെച്ച് നിനക്ക് മേടയിൽ ദേവരായ മുതലാളി ഒരു പുല്ലും ചെയ്യാനാവില്ല. ഇതിൽ നിന്ന് ഊരാൻ ഞങ്ങൾക്ക് വെറും 12 മണിക്കൂർ പോലും വേണ്ട. റഷീദ്, take him. അയ്യോ, അത് പറയാൻ വിട്ടു. മുതലാളി തട്ടിക്കളഞ്ഞൊരു ചെട്ടിയാരില്ലേ, പഴനിവേൽ ചെട്ടിയാർ. അയാൾ ഭദ്രമായി സൂക്ഷിച്ച ചില ഡോക്യുമെന്റ്സ് ഈ ഭദ്രന്റെ കയ്യിൽ കിട്ടി. ഒരു 10-15 കേസ് ചാർജ് ചെയ്യാൻ അതൊക്കെ ധാരാള. പിന്നെ അങ്ങയുടെ പ്രധാന കിങ്കരൻ ഫ്രാൻസി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെതിച്ചപ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. ഇത്തവണ പർച്ചേസ് ചെയ്യാൻ ഇത്തിരി പാടാ ദേവരാജ. റഷീദ്, ഭദ്ര, നീ ഒന്നോർത്തോ, ഇത് 3ാം തവണയാ. നിന്റെ നല്ല കാലം ഇതോടെ തീർന്നു. നീ എന്നെ ഒരു മൈത്താണ്ടിയും ചെയ്യൂല. നടക്കണ ദേവരാജ. എന്താ സാറേ ഈ വെളുപ്പാങ്കാലത്ത്? ദേവരാജ മുതലാളിയും മറ്റുള്ളവരും ജാമ്യത്തിലിറങ്ങി. നിന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ഉറപ്പാ. കേസ് മുന്നോട്ട് പോയാൽ ഊരാനും പാടാ. അത്രയ്ക്ക് ബലത്തിലാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ മുതലാളി നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താ സാറേ?
രാവിലെ മുതൽ തന്നെ ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേർ ദി ഹെൽ വേർ യു? സർ, അത് ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. ക്രോസ് തുടങ്ങുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഹാജരാക്കേണ്ടി വരും. ഓ, അപ്പൊ അതാണ് കാര്യം. അതിരാവിലെ ഒരു ഉന്നതതല രഹസ്യ സന്ദർശനം അല്ലേ? മനസ്സിലായല്ലോ സർ. എനിക്കെല്ലാം അറിയാടോ. ഇവിടെ അടുത്തൊരു പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസിൽ സ്ഥലം MP സുധാരൻ ക്യാമ്പ് ചെയ്യുന്നതും അവിടെ നിന്നും വിലമതിക്കാനാവാത്ത തെളിവുകൾ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നതും എല്ലാം എനിക്കറിയാം. യു ആർ പാർട്ട് ഓഫ് എ ഡർട്ടി പൊളിറ്റിക്കൽ സ്കീം, റൈറ്റ്? ശരിയല്ല സർ. നോ. നൗ ലിസൺ. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ തെളിവുകൾക്കെല്ലാം മുമ്പ് കോടതിയിൽ ഹാജരാക്കേണ്ട മറ്റൊന്നുണ്ട്. മേടയിൽ ദേവരാജനെതിരെ മാപ്പുസാക്ഷിയായി തെളിവ് നൽകേണ്ട ഫ്രാൻസി എന്ന ഫ്രാൻസിസ്. ഫോർ യുവർ ഇൻഫർമേഷൻ, ഹി ഈസ് മിസ്സിംഗ്. പോലീസ് കസ്റ്റഡിയിലായിരുന്ന അവനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ലാന്ന്. റഷീദ്, സത്യമാണ് സാർ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ 6 മണിക്ക് പോകുന്നവരെ അവൻ ലോക്കപ്പിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് 6:30 ആയപ്പോൾ അവനൊരു ചായ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ റഷീദും ഞാനും കൂടെ കോടതി കൊണ്ടുപോകാൻ ചെന്നപ്പം അവനവിടെ ഇല്ല സാർ. ഭദ്രൻ, തനിക്കറിയാലോ SI ഇപ്പൻ സിക്ക് ലീവിലാണ്. സോ ഫ്രാൻസിയെ കാണാതായതിന്റെ ഒരേ ഒരു ഉത്തരവാദി താനാണ്. ഞങ്ങൾ പ്രോസിക്യൂഷൻ വിവരം ധരിപ്പിച്ചിട്ടില്ല. കേസ് വിളിക്കുമ്പോൾ താൻ തന്നെ ഇതിന് സമാധാനം പറയണം. നമസ്കാരം ഇറ്റുവരൻ സാറേ. നമസ്കാരം. നിങ്ങളെല്ലാം കൂടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ല അല്ലയോ? ഒന്നും രണ്ടുമല്ല, 15 കേസുകളാണ് എനിക്കെതിരെ. ജാമ്യം എടുക്കാൻ വേണ്ടി മാത്രം 8 വക്കീലന്മാർ വേണ്ടി വന്നു. എല്ലാം ഈ ഭദ്രസാറിന്റെ മിടുക്ക. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തെ അറിഞ്ഞൊന്ന് ആദരിക്കണം. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ. തന്നെയാ കേസ് നമ്പർ CS/196/2002. യുവർ ഓണർ, കേസ് നമ്പർ 196ന്റെ ഇനിയുള്ള പ്രതിഭാഗവാദം പോലീസ് മാപ്പുസാക്ഷിയെ പേരുയർത്തിയിട്ടുള്ള ഫ്രാൻസിസ് ഏലിയാസ് ഫ്രാൻസിസ് ജേക്കബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഫ്രാൻസിസിനോട് മുൻവൈരാഗ്യമുണ്ടെന്നതും പോലീസിന്റെ പീഡനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയാണ് ഫ്രാൻസിസ് മാപ്പുസാക്ഷിയായി വ്യാജ പ്രസ്താവന നടത്താൻ തയ്യാറായതെന്നുമുള്ള സംശയം നിലനിൽക്കുന്നതിനാൽ അയാളുടെ മൊഴി രേഖപ്പെടുത്തി വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. Objection, Your Honor. Wait. Produce Francis Jacob before the court. The court will hear his statement before the commencement of any argument. Francis Jacob. Francis Jacob. തികച്ചും അസാധാരണമായ സംഭവങ്ങൾക്ക് ഇന്ന് സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചു. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മേടയിൽ ദേവരാജിനെതിരെയുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങാനിരിക്കെ മാപ്പുസാക്ഷിയായി മൊഴി നൽകേണ്ടിയിരുന്ന ഫ്രാൻസിസ് ജേക്കബിന്റെ ജഡം ഇന്ന് കോടതിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ് ഇന്ന് പുലർച്ചെ മുതൽ ലോക്കപ്പിൽ നിന്നും അപ്രത്യക്ഷനായെന്ന പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം ആരും മുഖവിലേക്കെടുത്തിട്ടില്ല. പൈശാചികമായി ഈ സംഭവം തന്നെ ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ശരി, ഈ ഗവൺമെന്റ് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിടുക്കത്തിൽ CM ഭദ്രനെതിരെ നടപടിയൊന്നും എടുക്കരുത്. അയാളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മൾ കൂടി ഉത്തരവാദികളാണ്. ദേവരാജനെതിരെയുള്ള തെളിവുകൾ അയാൾക്ക് എത്തിച്ചു കൊടുത്തത് പോലും നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അത് മറക്കരുത്. എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല. എല്ലാം തന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. പിന്നെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ SP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസർ ഇൻചാർജ് എന്ന നിലയ്ക്ക് ആ ഭദ്രനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻകോശിക്ക് ഒരു വിജയം കൂടി അല്ലേ? തരപ്പെടുമെങ്കിൽ അങ്ങയുടെ സർക്കാർ ഇറക്കുന്ന ഗസറ്റിൽ ഒരു വിജ്ഞാപനം കൂടി കൊടുക്കണം. എ ചേഞ്ച് ഓഫ് നെയിം. ക്രൂശിക്കപ്പെടുന്നവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകി ശുദ്ധി വരുത്തിയ ആ പഴയ പുണ്യാളനില്ലേ പിലാത്തോസ്, ആ പേരാവും നിങ്ങൾ കൂടുതലാണ്.
എന്താണോ ഇതൊക്കെ? സാറിന്റെ സെക്യൂരിറ്റിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കിട്ടിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട. സസ്പെൻഷനിലല്ലേ? എന്റെ സെക്യൂരിറ്റി ഞാൻ തന്നെ നോക്കിക്കോളാം. ഡിപ്പാർട്ട്മെന്റ് ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല സാർ, ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. വിളിച്ചോണ്ട് പോകല്ലേ അത്രയും. ചെല്ലേ, കൊണ്ടുപോ. എന്താ വന്നത്? സോറി. ഐ ആം സോ സോറി ഭദ്രൻ. എനിക്ക് നിങ്ങളുടെ സസ്പെൻഷൻ തടയാനായില്ല. നിങ്ങളെപ്പോലുള്ള ഒരു അധികാര രാഷ്ട്രീയ കളിയിൽ എപ്പോഴും ബലിയാടാവുന്നത് എന്നെ പോലുള്ളവരാ. നിങ്ങൾ എപ്പോഴും പുച്ഛിച്ച് പുലിയാട്ടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ഇനി കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളുടെ പ്രായവും പദവിയും ഞാൻ മറന്നു വരും. പോവാം. നിങ്ങൾക്കും പോവാം. Just clear out. കുമാർജി, എന്നോട് പൊറുക്കണം. എല്ലാത്തിനും ഞാനാ കാരണക്കാരൻ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് MP സുധാകരനായിട്ടല്ല, അങ്ങയുടെ പഴയ ശിഷ്യനായിട്ട്. എന്നെ കുമാർജി വിശ്വസിക്കണം. ഭദ്രൻ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അയാൾക്ക് മാറാൻ സേഫായ ഒരിടം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് കുമാർജി ഒഴികെ ആര് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. പ്ലീസ്, അയാളെ നമുക്കിവിടുന്ന് മാറ്റണം. എത്ര നാളാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ? തനിക്കറിയാലോ, ഇവിടെ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ ഒളിച്ചു താമസിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാൻ തോന്നിയില്ല, അതാ. ആ സുധാകരൻ സാർ വെറുതെ ഓരോന്ന് പറഞ്ഞ് അച്ഛനെ പേടിപ്പിച്ച കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നമ്മൾ തിരികെ പോന്നു. അച്ഛൻ പേടിച്ചാൽ എന്താ തെറ്റ്? വീട്ടിൽ ഏത് നേരം ഭീഷണി അക്രമമൊക്കെ ആയിരുന്നില്ലേ? ഇവിടെയും കരുതിയിരിക്കണമെന്നാ ആ സുധാകരൻ സാർ അച്ഛനോട് പറഞ്ഞത്. താൻ വല്ലാതെ പേടിക്കണ്ടല്ലേ? സമാധാനായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല. ഈ സ്വിച്ച് ബോർഡ് ഇതെവിടെയാണ്?
ഗായത്രി റിലാക്സ്. ഗായത്രി റിലാക്സ്. I'm sorry, Mr. Bhadran. We tried our best. I'm sorry. ഭദ്രൻ, മൈ കണ്ടലൻസ്. എനിക്കറിയാം ഇതാരാ. ഭദ്രൻ, ഞങ്ങൾ ഇപ്പോൾ വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. ഫ്രാൻസിയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ CMന്റെ നിർദ്ദേശമുണ്ട്. ഈ പെൻ ടേക്ക് ഇൻ. സർ, ഈ ഒരു അവസ്ഥയിൽ കുറച്ച് കടന്നുപോകുന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും സാർ? അല്ലെങ്കിലും സാറല്ലേ എപ്പോഴും പറയാറ് നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. സാറേ, ശരിക്കും അറം പറ്റി പോലെ ആയിപ്പോയി. എന്നാ പിന്നെ നടക്കോ മറ്റോ ചെയ്യാം അല്ലേ? എന്താ? ഒരു സഹായം ചോദിക്കാൻ വന്നതാ. ഇവിടെയോ? ഇങ്ങനെ ഇവിടെ കയറി വരാനും സഹായിക്കണമെന്ന് പറയാനും എനിക്ക് അർഹതയില്ലാന്നറിയാം. വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് കേൾക്കണം. എന്നോട് കരുണ കാട്ടണം. പറ, ഞാൻ എന്തു വേണം? അല്ല, ഞാൻ ആരാന്ന് പറഞ്ഞില്ല. അയ്യോ, സർവോദയം കുമാരനെ അറിയാത്തവരായി ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഗാന്ധിയൻ, മദ്യനിരോധന സമിതി പ്രസിഡന്റ്, ഇപ്പോഴത്തെ വലിയ വലിയ നേതാക്കളുടെയൊക്കെ രാഷ്ട്രീയ ഗുരു. ഞാനും അങ്ങയുടെ ഒരു കടുത്ത ആരാധകനാണ്. കാണണമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ. അന്നറിയുന്ന സർവോദയം കുമാരനായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഭദ്രൻ എന്റെ മകനാ. ഭദ്രൻ? ഓ, നമ്മുടെ CA ഭദ്രൻ CA. അതെ. അപ്പൊ അതാണ് കാര്യം. കേട്ടോ കുമാർജി, പറയുമ്പോ മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ഈ ഭദ്രനില്ലേ, ശരിക്കും തന്തയ്ക്ക് പറഞ്ഞവനാ. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ഈ ഭദ്രനെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ. നടന്നില്ല. എന്താ അയാളുടെ ഒരു ശുഷ്കാന്തി! എപ്പോഴാ എന്നെ പിടിച്ച് അകത്താക്കുന്നതെന്ന് പേടിച്ചിരിക്കുക ഞാൻ. അരുത്, യാചിക്കാൻ വന്നവനെ പരിഹസിക്കരുത്. ജീവനറ്റ് വിറങ്ങലിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞു ശരീരമോർത്തെങ്കിലും ദയ കാണിക്കണം. ഈ അവസാന കാലത്ത് കൈക്കുമ്പിളിലെ തീർത്ഥം പോലെ എനിക്ക് കിട്ടിയ അവന്റെ കുഞ്ഞ് എന്റെ മുത്ത്. ഞാൻ അറിഞ്ഞു. ഓ, മനുഷ്യനായി പിറന്ന ആർക്കെങ്കിലും ഇത്രയ്ക്ക് ക്രൂരനാവാൻ പറ്റൂ? സംഭവം നടന്നപ്പോ വീണത് അതിന്റെ മരുമകൾ. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ ഭദ്രം കൂടിയില്ലെങ്കിൽ അവനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടാൻ എവിടുന്ന് വിചാരിച്ചാലേ നടക്കൂ. സ്വന്തം കുഞ്ഞിനെ മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് അവൻ ആ മുഖം ഒന്ന് കണ്ടോട്ടെ. ദയവുണ്ടാവണം. അവന്റെ എല്ലാ തെറ്റിനും ഞാൻ കാലു പിടിച്ചു. വേണ്ട.
ഈ മുറ്റത്ത് ഭിക്ഷ ചോദിച്ചു വരുന്നവരെ വെറും കൈയോടെ പറഞ്ഞയക്കാറില്ല ദേവരാജൻ. കൊച്ചുമകളുടെ അന്ത്യകർമ്മത്തിന് മകൻ അവിടെ ഉണ്ടാകും. പോയി പറ അവനോട്, ഈ ദേവരാജനെ നിഗ്രഹിക്കാൻ മാത്രമല്ല അനുഗ്രഹിക്കാനും അറിയാവുന്ന. അശോക, ഉമ്മൻകോശിയെ വിളിക്ക്. പിന്നെ മറ്റൊന്നുകൂടി വേണം, ഒരു റീത്ത്. മുല്ലമുട്ടുകൾ മാത്രം കുരുത്ത ഒരു കുഞ്ഞു റീത്ത്. നമ്മൾ എത്ര ശ്രമിച്ചാലും വിധിയെ തടുക്കാനാവില്ല. ഈ ദുരന്തം അത് ഒഴിവാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഒന്ന് നിർത്തണം സാർ. ഈ മുതലക്കണ്ണീരിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വല്ല പാർട്ടി ഗ്രൂപ്പുകളിലും മതി. എന്താണ് ഭദ്രൻ സാർ ചെയ്ത തെറ്റ്? നിങ്ങളെപ്പോലുള്ളവർ ജനങ്ങളോട് ഒരിക്കലും കാണിക്കാത്ത കൂറ് സ്വന്തം തൊഴിലിനോട് കാണിച്ചതോ? ലോക്കപ്പിനുള്ളിൽ നിന്നും ഫ്രാൻസിസ് എന്ന ഗുണ്ടയെ ഇരുചവി അറിയാതെ വെളിയിലിറക്കി കൊലപ്പെടുത്തി ജഡം മജിസ്ട്രേറ്റിന്റെ മേശയ്ക്ക് മുകളിൽ തള്ളാൻ കൽപ്പുള്ളയാൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സംഭവത്തെ പ്രതി ഒരേ ഒരാൾ CI ഭദ്രൻ.
ഭദ്രൻ സാർ ഒരുപാട് കഷ്ടപ്പെട്ട് മേടയിൽ ദേവരാജനെതിരെ ചാർജ് ചെയ്ത കേസുകളുണ്ട്. അതിൽ ചിലതിനൊക്കെ തെളിവ് സംഘടിപ്പിച്ചു കൊടുത്ത സാറ് തന്നെയാണല്ലോ. എന്നിട്ട് അതിന്റെയൊക്കെ അന്വേഷണം എവിടം വരെയായി? എല്ലാം കെട്ടിച്ചമച്ച കോപ്പുകളാണെന്ന് പത്രങ്ങളിൽ പരമ്പര വരുന്നു. ഭദ്രൻ സാറിന്റെ മകൾക്ക് സംഭവിച്ചതിന് പിന്നിലും ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പോലീസ് ഇപ്പോഴും പ്രതികളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഒടുവിലൂടെ ദുഃഖം അറിയിക്കാൻ ലജ്ജ തോന്നില്ല സാറിന്? ഉണ്ട്, ലജ്ജ തോന്നുന്നുണ്ട്. ഈ വീട്ടിൽ വെച്ച് എന്നോട് കുമാർജി ചോദിച്ചു, എൻ്റെ ഈ വെളുപ്പിൽ സ്വാർത്ഥതയുടെ കറ പുരണ്ടിട്ടില്ലേ എന്ന്. ചോദ്യം സത്യമായിരുന്നതുകൊണ്ട് അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ ആത്മാവിൽ തൊട്ട് ഞാൻ പറയുന്നു, ഈ സുധാകരൻ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. എനിക്ക് ആരോടും നീതി പുലർത്താനായില്ല. കുമാർജിയോട്, ഭദ്രനോട്, എന്തിന്, വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങളോട് പോലും. ഇത് ജാതിയും ചതിയും ലഹരിയും മൂലധനമായുള്ള ദേവരാജന്മാരുടെ കാലമാണ്. അറിഞ്ഞില്ലേ, മേടയിൽ ദേവരാജൻ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാവാൻ പോവുകയാണ്. അഷ്ടമംഗല്യ പ്രശ്നം നടത്തി ജ്യോതിഷ വിധി പ്രകാരം മഹാതാന്ത്രികരെ വരുത്തി ദേവരാജൻ ഇപ്പോൾ ഒരു ഹോമത്തിനൊരുങ്ങുകയാണ്. ഹോമമല്ല, യാഗം. ചക്രവർത്തി പദം പോകുന്നതിന് മുമ്പ് ദേവകളെ പ്രീണിപ്പിക്കുന്നത് പണ്ടും പതിവുള്ളതാണല്ലോ. പക്ഷേ ഒരു ഗംഗയ്ക്കും അവനെ ശുദ്ധി വരുത്താനാവില്ല. അവന്റെ പാപങ്ങൾ ദഹിപ്പിച്ച് കളയാൻ ഒരഗ്നിക്കുമാവില്ല. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ. ഒരു പുണ്യകർമ്മം നടക്കുമ്പോ അലമ്പുണ്ടാക്കാതെ ഇറങ്ങി പോടാ പറ്റി. ഇറങ്ങി എടാ മോനെ റഷീദേ, ഇവൻ പറയുന്ന കേട്ട നീ നിന്റെ ഭാവി തുലയ്ക്കരുത്. നീ ഇപ്പോഴും സർവീസ് ഉള്ളവന്, അതും എന്റെ സ്റ്റേഷനിൽ തന്നെ. അതിവേഗം വിട്ടോ. നിന്നെ പോലൊരു തെണ്ടിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സല്യൂട്ടാ ഇത്. എന്തു സംഭവിച്ചാലും യാഗം മുടങ്ങരുത്. തന്ത്രി പറഞ്ഞു തരുന്ന മന്ത്രം 1,00,000 തവണ ഉരുവിടാതെ എനിക്ക് ഈ പീഠം വിടാനാവില്ല. ചെന്നവനെ തടയേ. യാഗശാലയിൽ കുരുതി നടക്കുന്നതിൽ തെറ്റില്ല. വിശേഷിച്ചും യാഗം വിഘ്നപ്പെടുത്താൻ വരുന്നവന്റെ കുരുതി.
കയ്യ് എടാ, ഒരുപാട് പേരെ പർച്ചേസ് ചെയ്ത് ഒരുപാട് പേരുടെ ജീവനെടുത്ത നിന്റെ കയ്യ്, നാറിയ കയ്യ്, അത് ഞാനങ്ങ് എടുക്കുക. നിന്റെ വൃത്തികെട്ട കാലുതൊട്ടി മണ്ണിന് കളങ്കപ്പെടരുത്. പോ പോ. കൊല്ലില്ല, കൊല്ലില്ല നിന്നെ ഞാൻ. കൊന്ന നീ രക്തസാക്ഷിയായി പോവും. നിന്റെ ഛായാചിത്രങ്ങളിലും പ്രതിമകളിലും നിന്റെ ഭക്തർ പുഷ്പാർച്ചന നടത്തും. അത് വേണ്ട, നീ ജീവിക്കണം. ഈ പാതി വെന്ത ദേഹത്തിൽ ഞാൻ ദാനം തന്ന ജീവനുമായി സ്വന്തം പാപങ്ങൾ നിന്നെ വേട്ടയാടുന്നത് ഈ ഒറ്റ കണ്ണു വെച്ച് നീ കാണണം. പോ.